ശശി തരൂർ അടക്കമുള്ള എംപിമാർ ഇന്ത്യ എന്താണ് പാകിസ്ഥാനിൽ ചെയ്തത്, ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിച്ചു എന്നത് വ്യക്തമായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തി പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ പറഞ്ഞു. ഇപ്പോൾ ജയശങ്കർ പോയി പറയുകയാണ് ഇനിയും തിരിച്ചടിക്കും വേണ്ടി വന്നാൽ. ആ രീതിയിലേക്ക് ഇന്ത്യ കത്തിക്കയറുകയാണല്ലോ. അതെ, ജയശങ്കറിൻ്റെ ഈ യൂറോപ്യൻ യൂണിയൻ സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് വളരെ അർത്ഥവത്താണ്. അതിനകത്ത് വലിയ കാര്യങ്ങൾ, അതൊരു മുന്നറിയിപ്പ് പോലെയാണ് അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. വേണ്ടി വന്നാൽ ഇനിയും തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാനല്ല, ഇത് ഭീകരസ്ഥാനാണ്. ആയിരക്കണക്കിന് ഭീകരരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറാൻ വിടുകയാണ് അവർ. എന്നിട്ട് ഇന്ത്യക്കകത്ത് സർവ്വ അന്തഛിദ്രങ്ങളും ഉണ്ടാക്കുക. ഇത് ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു, ഇനി പറ്റില്ല, ഇനി സഹിക്കില്ല, ഞങ്ങൾ അടിക്ക് തിരിച്ചടി, അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് നിമിഷവും ഇനി നമുക്ക് നേരെ ഒരു ചെറു വിരലനക്കിയാൽ കനത്ത അടി നമ്മൾ കൊടുക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വാസ്തവത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ അടുക്കൽ ജയശങ്കർ ചെന്ന് സംസാരിക്കുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം യൂറോപ്യൻ യൂണിയനോട് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഉപദേശിക്കാനാണെങ്കിൽ നിങ്ങൾ വരണ്ട, സഹകരിക്കാനാണെങ്കിൽ വരൂ, തോളിക്കൈയിട്ട് ഞങ്ങളുടെ പങ്കാളികളാകാൻ, ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം അണിചേരാനാണെങ്കിൽ വരൂ, സ്വാഗതം, നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് പണ്ട് സവർക്കർ പറഞ്ഞതാണ്. സവർക്കർ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും, മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സിഖുകാരോടും ഒക്കെ പറഞ്ഞതാണ്, ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ ഞാൻ മുന്നോട്ട് പോകും, നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം, നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പോകും, നിങ്ങൾ വരണ്ട, ഞാൻ പോകും. ഇനി നിങ്ങളെന്നെ എതിർത്താൽ നിങ്ങളെ എതിർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും, നിങ്ങളെയും ഞാൻ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ പെടുത്തും, നിങ്ങളെയും ഞാൻ എതിർക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെയാണ് ഇവിടെ ജയശങ്കർ പറയുന്നത്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് വളരെ വലിയ വ്യാപാര കരാറുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. 2019 മുതൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന് വലിയ തോതിൽ ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും വ്യാപാര ബന്ധത്തിലേർപ്പെടാനും അവർക്ക് താല്പര്യമുണ്ട്, ഇന്ത്യക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്ന് നമുക്കറിയാം, ഇന്ത്യ ഒരു വലിയ വിപണിയാണ്. 145 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ്. സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ട് നിൽക്കുകയാണ്. സമ്പദ് രംഗത്ത് ഇന്ത്യക്ക് ഇനി പിന്തള്ളാനുള്ളത് ഏക യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ്. അത് ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ വർഷം തന്നെ അത് സംഭവിച്ചേക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും 2027 അത് സംഭവിക്കുമെന്നാണ് IMF പോലെയുള്ള ഈ നമ്മുടെ ഏജൻസികൾ പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നത്. എന്തായാലും അങ്ങനെ യൂറോപ്യൻ യൂണിയനുമായിട്ട് വലിയ വ്യാപാര ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യയുമായിട്ട് വലിയ വ്യാപാര ബന്ധം ആഗ്രഹിക്കുന്ന യൂറോപ്യൻ യൂണിയൻ, ആ യൂറോപ്യൻ യൂണിയൻ്റെ അടുത്താണ് പറഞ്ഞത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റില്ല. ഇത് പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുണ്യസ്ഥാനെന്ന്. ഇത് പുണ്യസ്ഥാനല്ല, ഇത് ഭീകരസ്ഥാനാണ്. ഈ ഭീകരസ്ഥാനെ വെള്ളപൂശി നിങ്ങളും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ജയശങ്കർ പറഞ്ഞതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് അർത്ഥം അതിനകത്തുണ്ട്. അതായത് ഇന്ന് നമുക്കറിയാം, ജർമ്മനി, UK തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ കൊണ്ട്. ഇവിടങ്ങളിലെല്ലാം, ഫ്രാൻസ്, ഇവിടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ മതസ്വാതന്ത്ര്യം വേണമെന്നും തങ്ങളുടെ മതം അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നും തങ്ങൾക്ക് പ്രത്യേകം പ്രവിശ്യ കൽപ്പിച്ച് നൽകണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് UK നമ്മൾ കണ്ടു, അയർലൻഡിൽ കണ്ടു, ജർമ്മനിയിൽ കണ്ടു, ഫ്രാൻസിൽ കണ്ടു, യൂറോപ്യൻ രാജ്യങ്ങളിലെമ്പാടും, യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ എമ്പാടും നമ്മളത് കണ്ടു. അങ്ങനെ വാസ്തവം പറഞ്ഞാൽ ഈ കുടിയേറ്റം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ജനങ്ങളോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വാസ്തവത്തിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെല്ലാം പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരണം ഇതിനകത്ത്. അവിടെയാണ് ജയശങ്കർ പറയുന്നത്, ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരണ്ട,
സഹകരിക്കാനാണെങ്കിൽ നമുക്ക് സഹകരിക്കാം. ഇതിനുള്ള ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ നമുക്ക് ഒത്തുചേരാം. ഇതിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ തെളിയിച്ചു കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മളിത് തെളിയിച്ചു കൊടുത്തു. അമേരിക്കയുടെയും ചൈനയുടെയും അത്യന്താധുനിക ആയുധങ്ങൾ വാങ്ങി കൈവശം വെച്ചിരുന്ന പാകിസ്ഥാന് ചെറുവിരലനക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ചപ്പോൾ എന്താണ് അനന്തര ഫലമെന്നും നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അത്രയും കരുത്ത് നേടിയ ഇന്ത്യയാണെന്ന് യൂറോപ്യൻ യൂണിയനോട് പറയുന്നത്, നമുക്ക് സഹകരിക്കാം, നിങ്ങൾ പങ്കാളികളായിട്ടാണെങ്കിൽ ഓക്കെ, ഉപദേശിക്കാനാണെങ്കിൽ അത് വേണ്ട, അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ ആരുടെയൊന്നും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ല. ശരിക്കും അത് ഇസ്രയേലിൻ്റെ വാക്കുകളാണ്. ഇസ്രയേൽ അങ്ങനെയാണ്. അമേരിക്കയുടെയോ ലോകരാഷ്ട്രങ്ങൾ ഒന്നിൻ്റെയും ഉപദേശം ഇസ്രയേൽ സ്വീകരിക്കുന്നില്ല. അടിക്കേണ്ടപ്പോൾ അവർ അടിച്ചിരിക്കും. അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മറുപടി പറയുന്നത്. നിങ്ങൾ അയ്യോ അടിക്കരുത്, നമുക്ക് സമാധാനം, ചർച്ച, ശാന്തി, ഇതൊക്കെ അമേരിക്ക പറഞ്ഞാൽ പോലും ഇസ്രയേൽ വകവയ്ക്കുന്നില്ല. ആഞ്ഞടിച്ചിരിക്കും. അടിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് ഞങ്ങൾ അടിക്കാനുള്ളത് അടിച്ചു, ഇനി എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം. ഇന്ത്യയും അങ്ങനൊരു നയത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു. നമ്മുടെ വിദേശകാര്യ പിന്നെ ചർച്ച അതുണ്ടാവും. ഈ രാജ്യത്തുള്ളിലും കണ്ടിട്ടുണ്ടല്ലോ. കാരണം ഈ മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് പിന്നാലെ കാശ്മീരുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ വിഘടനവാദി നേതാക്കളുമായി വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. അവരെ ഡൽഹിയിൽ വിളിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തുന്നത്. പിന്നീടാണ് മനസ്സിലായത് ചർച്ചയല്ല, സൈനികർ തീരുമാനിക്കും, നടപടികൾ ഉണ്ടാകും. ആ രീതി തന്നെ ഇപ്പോൾ പുറത്തേക്ക് നരേന്ദ്രമോദി ചെയ്തത് അതാണ്. ഈ പറഞ്ഞ വിഘടനവാദി യാസിൻ മാലിക് രാജ്യത്ത് ഉള്ളിൽ നടപ്പിലാക്കിയത് ഇപ്പോൾ പുറത്ത് നടപ്പാക്കുന്നു. എല്ലാറ്റിനെയും പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു. പാകിസ്ഥാനിലേക്ക് കാശ്മീരിലേക്ക് ട്രെയിൻ ചെല്ലുന്നു. ഇങ്ങനെ ഈ സൈന്യം അവിടെ അതിശക്തമായ സുരക്ഷ ഒരുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സുപ്രീം കോടതി ഇടപെട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിച്ചതാണ് ഒരു അല്പം നേരത്തെ ആയി പോയില്ലേ എന്നൊരു ചർച്ച വരാൻ കാര്യം. അങ്ങനെ പോലും അഭിപ്രായങ്ങളുണ്ട്. ആൾക്കാർ ഒരുപാട് പേർ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണ്ടായിരുന്നു, കുറച്ചുനാൾ കൂടി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയായിരുന്നു. കാരണം ഈ ഭീകരവാദത്തിൻ്റെ വേരുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് തളിർക്കും, ഇത് മുളപൊട്ടി വീണ്ടും വരും. അതുകൊണ്ട് ആ വേരുകളെ കൂടെ പിഴുത് കളയുന്ന ഒരു സമയപരിധി കിട്ടിയിരുന്നെങ്കിൽ, അത്രയും സമയം കിട്ടിയിരുന്നെങ്കിൽ ആ വേരുകളെ കൂടെ പിഴുതെറിഞ്ഞ് നമുക്ക് കാശ്മീരിനെ കൂടുതൽ സുരക്ഷിതമാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായവും ചർച്ചകളും ഒക്കെ ഇപ്പം രാജ്യത്ത് നടക്കുന്നുണ്ട്. പലരും സുപ്രീം കോടതിക്കെതിരെ പോലും ഇത് നേരത്തെ ആയിപ്പോയി എന്ന ഒരു പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശരി, മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ അവർക്ക് സധൈര്യം മുന്നോട്ട് പോകാം. കാരണം കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അത് യൂറോപ്യൻ യൂണിയനും അതാണ് ഈ പാർട്ടികൾക്ക് അതീതമായി നാം എന്തു ചെയ്തു ബോധ്യപ്പെടുത്താൻ ശശി തരൂരിലൂടെ കഴിഞ്ഞു, കനിമൊഴിയിലൂടെ കഴിഞ്ഞു, വിവിധ രാഷ്ട്രീയ നേതാക്കളിലൂടെ സൽമാൻ ഖുർഷിദിലൂടെ കഴിഞ്ഞു, ജോൺ ബ്രിട്ടാസിലൂടെ കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ചയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. അവരെല്ലാവരും പറയുന്നത് രാഷ്ട്രത്തിൻ്റെ വിശാല താല്പര്യം കണക്കിലെടുത്ത് ഞങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ വിഷയവുമായിട്ട് സഹകരിക്കുന്നു എന്നാണ്. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പോലും പറഞ്ഞ എന്താണ്, ബേബി വലിയ യുദ്ധത്തിനെതിരെ നിൽക്കുന്ന ആളാണ്, വധശിക്ഷയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ്. ആ ബേബി പോലും എന്താ പറഞ്ഞത്, രാഷ്ട്രത്തിൻ്റെ വിശാല താല്പര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ രാഷ്ട്രം എന്ന വികാരം, ദേശീയത എന്ന വികാരം ആ ഏപ്രിൽ 22-ന് ശേഷം രാജ്യത്തിങ്ങനെ ആലയടിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആബാലവൃദ്ധ ജനങ്ങളും എല്ലാ അവസരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉയർന്നിട്ടുണ്ട്, അതിനൊന്നും നമ്മൾ ചെവി കൊടുത്തില്ല. പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ, രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന സൈനികരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് കരുത്ത് പകർന്നത് ആ പിന്തുണയാണ്, ആ ദേശീയതയാണ്. ആ ദേശീയതയ്ക്ക് അദ്ദേഹം താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് അദ്ദേഹം കരുത്തോടെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ജനപിന്തുണയാണ് അദ്ദേഹത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂരിന് എല്ലാ കരുത്തും നൽകി അനുഗ്രഹിച്ചത്. ഇവിടെ അതേ കരുത്തോടു കൂടിയാണ് ജയശങ്കർ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ഈ ഭീകരസ്ഥാനെ നേരിടാം, ഇത് നിങ്ങൾക്കും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന സന്ദേശമാണ്, എന്ന കൃത്യമായ ഒരു നിർദ്ദേശമാണ്, അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പന്ത് യൂറോപ്യൻ യൂണിയൻ്റെ കോർട്ടിലാണ്. അവർ തീരുമാനിക്കട്ടെ, അവർ മുന്നോട്ട് പോകണോ
ഈ ഭീകരവാദത്തിൽ നിന്ന് അവരുടെ രാജ്യത്തെ രക്ഷിക്കണോ, അവരുടെ ജനതയെ രക്ഷിക്കണോ, അതോ ഇതിന് ഇരയാകണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ.